ബ്രില്യൻസ് അക്കാഡമിയുടെ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് NIOS പൊളിറ്റിക്കൽ സയൻസിലെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അതായത് മൗലിക അവകാശങ്ങൾ. വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്ററാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ നിന്നും 5 മാർക്കിനുള്ള ചോദ്യവും 3 മാർക്കിനുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ളതാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ദി ബേസിക് റൈറ്റ്സ്. അതായത് ഒരു പൗരന് രാഷ്ട്രം നൽകുന്ന അടിസ്ഥാനമായിട്ടുള്ള അവകാശങ്ങളെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അത് ഇന്ത്യൻ ഭരണഘടനയിൽ 12 മുതൽ 35 വരെയുള്ള വകുപ്പുകളിലാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിലാണ്. അപ്പം ഇക്കാര്യം കൃത്യമായി ഒന്ന് ഓർത്തു വെക്കുക. ഇന്ത്യൻ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ 12 മുതൽ 35 വരെ വകുപ്പുകളിലാണ് എന്തുള്ളത്, മൗലിക അവകാശങ്ങൾ ഉള്ളത്. കൂടാതെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ എൻഫോഴ്സ്ഡ് ബൈ ദി കോർട്ട്. അതായത് നമ്മുടെ കോടതി വഴി നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന അവകാശങ്ങളാണ് എന്ത്, മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അവകാശം നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോടതിയെ സമീപിച്ച് അത് നേടിയെടുക്കാവുന്നതാണ്. ദ മോഡൽ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ ബോറോഡ് ഫ്രം US കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മുടെ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ഒരു ആശയമാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. നൗ we have 6 fundamental rights. ഇന്ത്യയിൽ നമുക്കിപ്പം 6 മൗലികമായിട്ടുള്ള അവകാശങ്ങളാണുള്ളത്. അത് ഏതൊക്കെയെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ശ്രദ്ധിക്കുക, ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഒന്നാമതായിട്ട് വരുന്നതാണ് റൈറ്റ് ടു ഈക്വാലിറ്റി. അതായത് സമത്വത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ 14ാം വകുപ്പ് മുതൽ 18ാം വകുപ്പ് വരെയാണ് മൗലിക അവകാശങ്ങളിലെ സമത്വത്തിനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നത്. രണ്ടാമത്തെ അവകാശം എന്ന് പറയുന്നത് റൈറ്റ് ടു ഫ്രീഡം ആണ്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ 19ാം വകുപ്പ് മുതൽ 22ാം വകുപ്പ് വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. മൂന്നാമതായിട്ടുള്ള മൗലിക അവകാശം എന്ന് പറയുന്നത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. അതായത് നമുക്ക് ചൂഷണത്തിൽ നിന്നുമുള്ള സംരക്ഷണമാണ് നൽകുന്നത്. അത് ഇന്ത്യൻ ഭരണഘടനയുടെ 23, 24 വകുപ്പുകളിലാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അടുത്ത ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ്. നമുക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾസ് ആണ്. ഇത് 25 മുതൽ 28 വരെയാണുള്ളത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ്. നമ്മുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങളാണ്. ഇത് കൂടുതലും ശ്രദ്ധിക്കുക. ന്യൂനപക്ഷങ്ങൾക്കുള്ള സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അത് ഇന്ത്യൻ ഭരണഘടനയുടെ 29 മുതൽ 30 വരെ വകുപ്പുകളിലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആൻഡ് ഫൈനലി നമുക്ക് നോക്കാം, ഇന്ത്യൻ ഭരണഘടനയിലെ അവസാനത്തെ മൗലിക അവകാശം എന്ന് പറയുന്നത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. അതായത് ഭരണഘടനാപരമായ പരിഹാര മാർഗത്തിനുള്ള അവകാശം. അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യാം, നമ്മൾ ഈ 6 മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഒന്നാമത്തേത് ഈക്വാലിറ്റി ആണ്, സമത്വത്തിനുള്ളതാണ്. രണ്ടാമത്തേത് ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ളതാണ്. മൂന്നാമത്തത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, അതായത് ചൂഷണത്തിനെതിരെയുള്ളതാണ്. നാലാമത്തത് റിലീജിയസ് ആണ്, മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളാണ്. അഞ്ചാമത്തത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങളാണ്, അതായത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ. ആൻഡ് ദ ഫൈനൽ വൺ എന്ന് പറയുന്നത് ഏതാണ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, നമ്മുടെ പരിഹാര മാർഗത്തിനുള്ള അവകാശം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഓരോന്നും എന്താണെന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ റൈറ്റ് ഈക്വാലിറ്റി, അതായത് സമത്വത്തിനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 14 മുതൽ 18 വരെ വകുപ്പുകളിലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്, സമത്വത്തെ കുറിച്ച് പറയുന്നത്. അതിൽ തന്നെ 14ാമത്തെ വകുപ്പിൽ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ. നിയമത്തിന് മുന്നിൽ എല്ലാവരും എന്താണ്, തുല്യരാണ്. അവിടെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല, എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണെന്ന് പറയുന്ന വകുപ്പാണ് 14. ഇനി 15ാമത്തെ വകുപ്പിൽ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാല് നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് രീതിയിലുള്ള എന്തുണ്ട്, വിവേചനങ്ങളുണ്ട്. അതായത് ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും ലിംഗത്തിന്റെ പേരിലും വംശത്തിന്റെ പേരിലും എന്തിനാ നമ്മൾ സംസാരിക്കുന്ന ഭാഷയുടെ അടിസ്ഥാനത്തിൽ തന്നെ എന്തുണ്ട്, വേർതിരിവുണ്ടാകുന്നുണ്ട്. ഇത് പാടില്ല എന്ന് പറയുന്നത്, അതായത് വിവേചനം പാടില്ല എന്ന് പറയുന്ന ഒരു വകുപ്പാണ് 15ാമത്തെ വകുപ്പ് എന്ന് പറയുന്നത്. ഇനി 16ാമത്തെ വകുപ്പിൽ പറയുന്നത് അവസര സമത്വമാണ്. നമ്മൾ ഏത് വംശത്തിലോ ഏത് മതത്തിലോ ജീവിച്ചോട്ടെ, നമുക്കിവിടെ എന്തുണ്ടായിരിക്കണം, തുല്യമായിട്ടുള്ള അവസരം ഉണ്ടാവണം. എല്ലാവർക്കും എന്താണ്, തുല്യമായിട്ടുള്ള അവസരം നൽകുന്ന വകുപ്പാണ് 16ാമത്തേത് എന്ന് പറയുന്നത്. 17ാമത്തെ വകുപ്പിൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു ദുരാചാരം ഉണ്ടായിരുന്നു. അതായത് തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന, അയിത്തം എന്നൊക്കെ പറയുന്നത്. അതായത് ഉയർന്ന ജാതിക്കാര് താഴ്ന്ന ജാതിക്കാര് ആ ഒരു
എന്താ പറയുക, ഡിസ്ക്രിമിനേഷൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഈ തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന സംവിധാനം നിർത്തലാക്കിയിട്ടുള്ള വകുപ്പാണ് ആർട്ടിക്കിൾ 17, 17ാമത്തെ വകുപ്പ് എന്ന് പറയുന്നത്. ഇനി 18ാമത്തെ വകുപ്പിൽ പറയുന്നത് അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് ആണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ പദവികൾ നിർത്തലാക്കിയിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ഗവൺമെന്റ് നൽകുന്നതല്ലാത്ത മറ്റൊരു പദവികളും എന്ത് ചെയ്യാൻ പാടില്ല, ഇന്ത്യൻ പേരിന് മുന്നിൽ ചേർക്കാൻ പാടില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. കൃത്യമായി മനസ്സിലാക്കിയേക്കുക. 15 മുതൽ 18 വരെയുള്ള വകുപ്പാണ് എന്തിനെ കുറിച്ച് പറയുന്നത്, സമത്വത്തെ കുറിച്ച് പറയുന്നത്. അത് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തതായിട്ടുള്ളതാണ് രണ്ടാമത്തെ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശത്തിലെ രണ്ടാമത്തെ അവകാശം എന്ന് പറയുന്നതാണ് എന്ത്, റൈറ്റ് ടു ഫ്രീഡം. അതായത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട ഒരു സംഭവമാണ് എന്ത്, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യൻ ഭരണഘടനയിലെ 19 മുതൽ 22 വരെയുള്ള വകുപ്പുകളിലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്, സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിൽ തന്നെ 19ാമത്തെ വകുപ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, 6 മൗലികമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ നൽകുന്നുണ്ട്. അതായത് ഒരു ഇന്ത്യന് ബേസിക് ആയിട്ട് വേണ്ട കുറച്ച് സ്വാതന്ത്ര്യങ്ങളുണ്ട്, അത് 6 എണ്ണാണെന്നാണ് പറയുന്നത്. ആ 6 സ്വാതന്ത്ര്യങ്ങൾ നമ്മൾ എന്ത് പറയും, 6 ഫണ്ടമെന്റൽ ഫ്രീഡം എന്ന് പറയും. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സും 6 എണ്ണം തന്നെയാണുള്ളത്, ഫണ്ടമെന്റൽ ഫ്രീഡവും എത്ര എണ്ണാണ്, 6 എണ്ണാണ്. ഇത് തമ്മിൽ കൺഫ്യൂസ് ആയി പോകരുത്, രണ്ടും വ്യത്യാസം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്ന എന്താണ്, 6 മൗലികമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തതാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. അതായത് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നതിനുള്ള സ്വാതന്ത്ര്യം, അതായത് റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഫ്രീഡം ടു അസംബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനപരമായി കൂട്ടം കൂടുന്നതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യയിലുണ്ട്. മൂന്നാമതായിട്ട് ഫ്രീഡം ടു ഫോം അസോസിയേഷൻ, സംഘടനകൾ രൂപീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഫ്രീഡം ടു മൂവ്, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഫ്രീഡം ടു സെറ്റിൽ, ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും താമസിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ആൻഡ് ദ ഫൈനൽ വൺ, ഫ്രീഡം ടു എൻഗേജ് എനി പ്രൊഫഷൻ, അതായത് ഇഷ്ടമുള്ള ഏത് തൊഴിലും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഇത്രയാണ് നമ്മുടെ ഇന്ത്യയിലുള്ള 6 മൗലികമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നോക്കുക, നമ്മുടെ 19ാമത്തെ 6 സ്വാതന്ത്ര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 20, അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ 20ാമത്തെ വകുപ്പില് പ്രൊട്ടക്ഷൻ വിത്ത് റെസ്പെക്ട് ടു കൺവിക്ഷൻ ഫോർ എൻ ഒഫൻസ്, അതായത് കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷയിൽ നിന്നുമുള്ള സംരക്ഷണത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു വകുപ്പാണ് ആർട്ടിക്കിൾ 20 എന്ന് പറയുന്നത്. ഇതും ഇന്ത്യൻ ഭരണഘടനയുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. അടുത്തതായിട്ടുള്ളത് ആർട്ടിക്കിൾ 21 ആണ്. അത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള റൈറ്റ് ആണ്. അതായത് നമുക്കിവിടെ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് 2 അവകാശങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഭരണഘടന നൽകുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ മൗലികാവകാശങ്ങളും ആ ഒരു സമയത്ത് സസ്പെൻഡ് ചെയ്യപ്പെടും. ആ 2 വകുപ്പുകൾ എന്ന് പറയുന്നത് ഒന്ന് ആർട്ടിക്കിൾ 20 ആണ്. അതായത് നമ്മൾ അന്യായമായി എന്ത് ചെയ്യാൻ പാടില്ല, കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കാൻ പാടില്ല. രണ്ടാമതായിട്ടുള്ള കാര്യം എന്താണ്, ആർട്ടിക്കിൾ 21 പറയുന്ന റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. അറിയാം, ഒരു വ്യക്തിക്ക് അടിസ്ഥാനമായിട്ട് വേണ്ട ഈ 2 കാര്യങ്ങളാണ് എന്ത്, ജീവനും അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുക എന്ന് പറയുന്നത്. ഇതിനുള്ള സ്വാതന്ത്ര്യമാണ് ആർട്ടിക്കിൾ 21 ഉറപ്പ് നൽകുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 21 തന്നെ വരുന്ന സബായിട്ട് വരുന്നതാണ് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. അതായത് റൈറ്റ് ടു എലമെന്ററി എഡ്യൂക്കേഷൻ. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. ഇത് ഉറപ്പുവരുത്തുന്ന അവകാശമാണ് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. ഈ എ എന്ന് പറയാൻ കാരണം മുമ്പ് ഉണ്ടായിരുന്നില്ല, പിന്നീട് അത് കൂട്ടിച്ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ആർട്ടിക്കിൾ ABC എന്നൊക്കെ നമ്മൾ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ടും ഏറ്റവും ലാസ്റ്റ് ആയിട്ടും പറയുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ ഒന്നാണ് ആർട്ടിക്കിൾ 22, പ്രൊട്ടക്ഷൻ ഫ്രം ആർബിട്രറി അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ. അതായത് അന്യായമായി ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നും കരുതലിൽ തടങ്കൽ വെക്കാനും പാടില്ലെന്നും പറയുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 22. ഓക്കെ, ഇത്രയാണ് മൗലികമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ വരുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിൽ നിന്നുമുള്ള സംരക്ഷണം. അത് 2 വകുപ്പുകളാണ് ഉൾപ്പെടുന്നത്. ഒന്ന് ആർട്ടിക്കിൾ 23ഉം ഒന്ന് ആർട്ടിക്കിൾ 24 ആണ്. 23ൽ പറയുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളെ എന്ത് ചെയ്യാൻ പാടില്ല, നിർബന്ധിപ്പിച്ച് ജോലി എടുപ്പിക്കാൻ പാടില്ല. അതായത് നിർബന്ധിത തൊഴിലുകളെ നിർത്തലാക്കിയിരിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 23 എന്ന് പറയുന്നത്. എന്നാൽ 24 എന്ന് പറയുന്നതോ ബാലവേല നിരോധിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 24. ഓക്കെ, ഈ 2 വകുപ്പ് എന്തിൽ വരുന്നുള്ളൂ, ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശങ്ങളിൽ വരുന്നുള്ളൂ. ഇനിയുള്ള നമുക്ക് നോക്കാനുള്ള
റൈറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ടു റിലീജിയസ് ഫ്രീഡം ആണ്. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ 4ാമത്തെ മൗലിക അവകാശമാണ് ഇത് റൈറ്റ് ടു റിലീജിയസ് ഫ്രീഡം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 25 മുതൽ 28 വരെയുള്ള വകുപ്പുകളിലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നത്. അതിൽ തന്നെ 25ാമത്തെ വകുപ്പിൽ എന്താ പറയുന്നത്? നമുക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശമുണ്ട്. ഇനി 25 കഴിഞ്ഞാൽ 26ാമത്തെ വകുപ്പിൽ പറയുന്നത് മതപരമായിട്ടുള്ള ചടങ്ങുകൾ നടത്തുന്നതിനുള്ള അവകാശത്തെ കുറിച്ചാണ്. 27ാമത്തെ വകുപ്പ് പറയുന്നത് ഒരു മതത്തിന്റെയും ഉന്നമനത്തിന് വേണ്ടി നമ്മൾ നിർബന്ധിതമായിട്ട് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നതാണ് എന്ത്? 27ാമത്തെ വകുപ്പ്. 28ാമത്തെ വകുപ്പിൽ പറയുന്ന കാര്യം ഒരു ഗവൺമെന്റ് സ്കൂളുകളിലും അതായത് നമ്മുടെ രാഷ്ട്രത്തിന് കീഴിലുള്ള വിദ്യാലയങ്ങളിലൊന്നും എന്ത് പാടില്ല? മതപഠനം പാടില്ല എന്ന് പറയുന്ന വകുപ്പാണ്. ഈ 4 വകുപ്പുകളാണ് മതപരമായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത്. ഓക്കെ, ഇതിനുശേഷം വരുന്ന 5ാമത്തെ മൗലികമായിട്ടുള്ള അവകാശമാണ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശം. ഇത് മെയിനായിട്ട് ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അതായത് ജനസംഖ്യയിൽ കുറവുള്ള മതവിഭാഗങ്ങളെയാണ് നമ്മൾ പൊതുവെ ന്യൂനപക്ഷം എന്ന് പറയുന്നത്. ആ വിഭാഗത്തിനുള്ള പ്രത്യേക അവകാശങ്ങളാണ് ഈ 29, 30 എന്നീ വകുപ്പുകളിൽ പറയുന്നത്. അതിൽ തന്നെ 29ാമത്തെ വകുപ്പ് പറയുന്നത് എന്താണ്? പ്രൊട്ടക്ഷൻ അഗൈൻസ്റ്റ് മൈനോറിറ്റീസ് ഇൻട്രസ്റ്റ് ആണ്. അതായത് മൈനോറിറ്റി അതായത് ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ഭാഷ, അതുപോലെ അവരുടെ ലിപി, സംസ്കാരം എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള അവകാശമാണ് 29. 30ാമത്തെ വകുപ്പിൽ പറയുന്നത് ഫ്രീഡം ടു മൈനോറിറ്റീസ് ടു ഫോം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ന്യൂനപക്ഷങ്ങൾക്ക് ഇഷ്ടാനുസരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള അവകാശം നൽകുന്ന വകുപ്പാണ് 30. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള നമ്മുടെ മൗലിക അവകാശത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 32ലാണ് ഇത് ഉൾക്കൊള്ളുന്നത്. ഇത് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കാം. നമുക്ക് ഒരുപാട് മൗലിക അവകാശങ്ങൾ രാഷ്ട്രം തരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക, അതിനുള്ള പരിഹാര മാർഗങ്ങളെ കുറിച്ചാണ് ഈ ഒരു 32ാമത്തെ വകുപ്പിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കാവുന്നതാണ്. ഇങ്ങനെ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ സമീപിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? ഇത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി ചില ഓർഡറുകൾ ഇടും. ഈ ഓർഡറുകളെയാണ് നമ്മൾ റിട്ടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ റിട്ടുകളെ കുറിച്ച് കൂടുതലായിട്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാനില്ല, +2 പഠിക്കാനൊന്നുമില്ല. എന്നാലും ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് മെൻഷൻ ചെയ്യാം. ഈ റിട്ടുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 5 തരത്തിലുള്ള റിട്ടുകളുണ്ട്. ഒന്ന് ഏതാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. അതായത് നമ്മൾ അതായത് മുമ്പ് കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു റിട്ടാണ് എന്ത്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിയെ കാണാതായിട്ടുണ്ടെങ്കിൽ എന്താണ്, കോടതിക്ക് മുമ്പാകെ ഹാജരാക്കുവാൻ പറഞ്ഞുകൊണ്ട് കോടതി ഇടുന്ന ഉത്തരവിനെയാണ് എന്ത് പറയുന്നത്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ടു പ്രൊഡ്യൂസ് ഓഡി എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ടുള്ള റിട്ട് എന്ന് പറയുന്നത് മാൻഡമസ് ആണ്. ഓക്കെ, 3ാമത്തെ റിട്ട് എന്ന് പറയുന്നത് സെർഷ്യോറി ആണ്. 4ാമത്തത് പ്രൊഹിബിഷൻ, 5ാമത്തത് ക്വോ വാറണ്ടോ. അങ്ങനെ 5 റിട്ടുകളാണ് നിലവിലുള്ളത്. ഈ റിട്ടുകൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? മെൻഷൻ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. 5 റിട്ടുകളും ആ റിട്ടുകളുടെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എന്ത് ചെയ്യുക? ഒന്ന് നോക്കി വെക്കുക. ഇത്രയാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക. ഫണ്ടമെന്റൽ റൈറ്റ്സ് 6 എണ്ണാണുള്ളത്. 1ാമത്തത് റൈറ്റ് ടു ഈക്വാലിറ്റി ആണ്. 2ാമത്തത് റൈറ്റ് ടു ഫ്രീഡം ആണ്. 3ാമത്തത് റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. 4ാമത്തത് ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ്. 5ാമത്തത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ്. ആൻഡ് ഫൈനൽ വൺ 6ാമത്തത് എന്ന് പറയുന്നത് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ്. ഈ കാര്യം തന്നെ കൃത്യമായി എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെച്ചാൽ തന്നെ നമുക്ക് ഈ ചാപ്റ്റർ എന്ത് ചെയ്യാം? സൂപ്പറായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.